ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി ഹൽവയാണ്. റാഗി അല്ലെങ്കിൽ മുത്താറി ഹൽവ എന്നൊക്കെ പറയും. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്, അതുമാതിരി വളരെ സോഫ്റ്റുമാണ്, വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റാവുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കലവറയാണ്. കൊച്ചു കുട്ടികൾക്ക് ഒന്ന് കുറുക്കി കൊടുക്കണ കഞ്ഞിപ്പുല്ല് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഫ്രഷ് റാഗി അരി എടുത്തിട്ടുണ്ട്, റാഗിയുടെ പുല്ല്. അപ്പോൾ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കാം. 2 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വയ്ക്കണം. അതിനുശേഷം നല്ലോണം കഴുകിയെടുക്കണം. 5-6 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം, ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുതിർത്ത് കഴുകിയ ശേഷം നല്ലോണം കഴുകിയെടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് കണ്ടില്ലേ, ഇപ്പോൾ 2 ഗ്ലാസ് അരച്ചതിൻ്റെ അത്രയും ഹൽവ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് 2 ഗ്ലാസ് അത്രയും വേണ്ടെങ്കിൽ 1 ഗ്ലാസ് ഇതേമാതിരി ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ പാലെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അരച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഒന്നും കൂടി അരച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും അത് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാലൊക്കെ എടുത്ത് നമ്മൾ 2 മണിക്കൂറോളം കുതിരാൻ വെച്ചതുകൊണ്ട് നമുക്ക് മാക്സിമം അതിൻ്റെ നല്ലോണം എല്ലാ പാലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കളയാം. ഇനി ഞാനിത് ഈ അരിപ്പയിലേക്ക് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു തവിടൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ അതൊന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ പാനിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കാഷ്നട്ടും ബദാമും കൂടി ഒന്ന് ചെറുതായി കഷ്ണമാക്കിയത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഒരു 2-2.5 കപ്പോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ നൂൽപ്പരുവൊന്നും ആവണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണോളം വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിച്ചു വെച്ച റാഗിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് വേഗം കുറുകി കിട്ടും. റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റാഗി മാവൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നെയ്യിൽ വറുത്ത ബദാമും കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരണം. അതുവരെ നല്ലോണം കുറുക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ മാക്സിമം വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചുമന്ന ശർക്കര ഇത്തിരി ആണ് ഈ കളറ്. നമുക്ക് നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് കളറിലാവും കിട്ടുക. അത് നമുക്ക് ചുമന്ന ശർക്കരയാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ അല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. നല്ലോണം ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്നട്ടും ബദാമും കൂടി വെച്ച് കൊടുക്കാം. ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റാഗി ഹൽവയാണ്. അപ്പോൾ ഈ റാഗി പുല്ല് ഒന്ന് ഫ്രഷാണ് എടുക്കണമെന്ന് വെച്ചാൽ അതൊന്ന് അരിച്ചെടുക്കുന്ന സമയം വേണ്ട. അല്ലെങ്കിൽ പൊടി ചേർത്തിട്ടാണെങ്കിൽ വളരെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക്
ഹലുവ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് കുട്ടികൾക്കായാലും 2-3 പീസൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ശരീരത്തിനായാലും കേടുമില്ല, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഹലുവയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.